السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. ശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ ഔദാര്യം അത് ധാരാളമായി നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. എത്ര തന്നെ അമലുകൾ ചെയ്താലും റബ്ബെങ്ങാനും സ്വീകരിക്കാതിരുന്നാൽ, അള്ളാഹുവെങ്ങാനും നമ്മുടെ ആത്മാർത്ഥതയുടെ കുറവ് കാരണം അതല്ലെങ്കിൽ വീഴ്ചകൾ കാരണം തട്ടിക്കളഞ്ഞാൽ നമുക്ക് ആഖിറത്തിൽ വലിയ പരാജയം നേരിടേണ്ടി വരും. ഇതിൻ്റെയൊക്കെ പുറമെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടല്ലാതെ ആർക്കാണ് സ്വർഗത്തിൽ കടക്കാൻ കഴിയുക? റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടല്ലാതെ ആർക്കാണ് നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കുക? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം വിനയാനിതരായിക്കൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തി കണ്ണിൽ നിന്നും കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിനോട് നമുക്ക് സ്വർഗം ചോദിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നരകത്തിൽ നിന്നും കാവൽ തേടാനും സാധിക്കണം. ഇങ്ങനെ ഒരാൾക്ക് അള്ളാഹു തആല തൗഫീഖ് നൽകിയാൽ ദിവസവും റബ്ബിനോട് സ്വർഗം ചോദിക്കാനും നരകത്തിൽ നിന്ന് രക്ഷ നേടാനും ഒരാൾക്ക് അള്ളാഹു മനസ്സ് തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് സ്വർഗം ലഭിക്കുമെന്നതിൻ്റെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നതിൻ്റെയൊക്കെ അടയാളമായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മാ സഅല റജുലുൻ മുസ്ലിമുൻ അല്ലാഹ അൽ ജന്നത സലാസൻ. ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനോട് 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ ഇല്ലാ ഖാലത്തിൽ ജന്നത്തു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹുവേ നീ അവന് സ്വർഗം നൽകണമേ എന്ന് സ്വർഗം നമുക്ക് വേണ്ടി ദുആ ചെയ്യും, പ്രാർത്ഥന നടത്തുമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? മനസ്സറിഞ്ഞ് റബ്ബിനോട് അള്ളാഹുവേ എനിക്ക് നീ സ്വർഗം നൽകണേ, എന്നെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, നിൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് നീ സ്വർഗം നൽകണമേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. ഇതിങ്ങനെ ആവർത്തിച്ച് 3 പ്രാവശ്യം അള്ളാഹുവിനോട് നമുക്ക് പറയാൻ സാധിച്ചാൽ സ്വർഗം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹു അദ്ദേഹത്തിന് നീ സ്വർഗം നൽകണേന്ന്. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, വലസ്തജാർ റജുലുൻ മുസ്ലിമുൻ അല്ലാഹ മിനന്നാർ. ഒരു മുസ്ലിമായ മുഅ്മിനായ ഒരു വ്യക്തി നരകത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടിയാൽ ഇല്ലാ ഖാലത്തിന്നാറു, നരകം പറഞ്ഞിട്ടല്ലാതെ ഇല്ല, അല്ലാഹുമ്മ അജ്റുഹു മിന്നി, അള്ളാഹുവെ നിന്നും അവനക്ക് നീ രക്ഷ നൽകണമേ, അവനെ നീ നരകത്തിൽ കടത്തല്ല എന്ന് നമുക്ക് വേണ്ടി നരകവും അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്നാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇതാണ് ഹദ്ദാദ് റാത്തീബിലൂടെ നാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ഒക്കെ റബ്ബിനോട് ഈ പറയപ്പെട്ട അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്നിങ്ങനെ അള്ളാഹുവിനോട് കാവൽ തേടാനും സ്വർഗം ചോദിക്കാനും ഒരാൾക്ക് സാധിച്ചാൽ നരകവും സ്വർഗവും നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കണമെന്നും നരകം അള്ളാഹുവിൽ നിന്നും അവനക്ക് കാവൽ നൽകണമെന്നും നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യവാനായ റബ്ബ് അവൻ്റെ മഹദ് ഫളൽ കൊണ്ട് നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിപ്പിക്കുകയും അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗം നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.